ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിഷ്ണുരാജ് ആയൂർ. എല്ലാ പ്രിയ കൂട്ടുകാർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും. ഓക്കെ, 2024 PSC ഉദ്യോഗാർത്ഥികൾക്ക് ഒഴിവുകളുടെ സമയമാണോ, നിയമനങ്ങൾ നടക്കുമോ എന്നൊക്കെ ധാരാളം ആശങ്കകൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മളിവിടെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ വരുന്നത് മാസ് റിട്ടയർമെന്റ്, LDC ഒഴിവുകൾ കൂടുമോ? ഇതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, ഉത്തരം വളരെ ക്ലിയർ ആണ്. ഓക്കെ, 21,537 വിരമിക്കലാണ് 2023 നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ 2023 ഡിസംബർ മാസം കഴിയുമ്പോഴേക്കും ഈ വർഷം അവസാനിച്ചു. അപ്പോൾ ഈ വർഷം സർക്കാർ സർവീസിൽ നിന്നും എത്ര പേരാണ് റിട്ടയർ ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. ഉത്തരമാണ് 21,537. ഇതില് LDCയുമായിട്ട് മാത്രമാണ് ബന്ധമെന്ന് വെച്ചാൽ അങ്ങനല്ല. കേരളത്തിലെ എല്ലാ തസ്തികകളിൽ നിന്നുമുള്ള ഒഴിവാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒഴിവ് വരിക എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചൊരു ശുഭ സൂചനയാണ്. കാരണം ഈ വർഷം ഇത്രയും ഒഴിവ് കിടക്കുന്നു, തൊട്ടടുത്ത വർഷവും ഇതിനടുത്തോ ഇതിനെ കൂടുതലൊക്കെ ഒഴിവുകൾ വരാം. ഓക്കെ, അപ്പോൾ ഒരു മാസ് റിട്ടയർമെന്റ് നടക്കുന്നുണ്ട്. 21,537 പേര് റിട്ടയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാസ് റിട്ടയർമെന്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് LD ക്ലർക്ക് തസ്തികകളിലേക്കോ എല്ലാം എന്ത് ചെയ്യാറുണ്ട്? ഒഴിവുകൾ വരാറുണ്ട്. അപ്പോൾ ഒഴിവുകൾ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് എന്നാണ് അതിന് ഉത്തരം. ആകെ മൊത്തത്തിൽ എല്ലാ വകുപ്പുകളിൽ നിന്നുമായിട്ട് ഉള്ള കാര്യമാണ് ഡേറ്റ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ നമ്മുടെ LDC 2024 ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കട്ട് ഓഫ് എത്രയാണ്, നിയമനങ്ങൾ എത്രയാണ്, ഓരോ ജില്ലകളുടെയും നിയമനങ്ങൾ എത്രയാണ്, എല്ലാം നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞു. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആ വീഡിയോ കാണുക. കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ലഭിക്കും. ഏത് ജില്ല വെക്കണം, ഏതൊക്കെ ജില്ലയിൽ എങ്ങനെയൊക്കെയായിരുന്നു കട്ട് ഓഫ്, 2 വർഷത്തെ റാങ്ക് ലിസ്റ്റുകളുടെ താരതമ്യം എല്ലാം നമ്മൾ ചെയ്തു. നിങ്ങളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊടുത്തിട്ട് ഡേറ്റാസ് ആണ് ഇത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല, കാരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ വിജ്ഞാപനം വന്നു. ഇപ്പോൾ പുതിയ വിജ്ഞാപനം കഴിയുമ്പോഴേ പുതിയ വിജ്ഞാപനത്തിന് അപേക്ഷകൾ കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും എത്ര പേര് അപേക്ഷിച്ചു എന്നൊക്കെ. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ അപേക്ഷ നടന്നപ്പോൾ എത്ര പേര് അപേക്ഷിച്ചു എന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, 2018 LDC വിജ്ഞാപനത്തിൽ ഏറ്റവും കൂടുതൽ അപേക്ഷ നടന്ന ജില്ലയാണ് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ ആളുകൾ അപേക്ഷിച്ച ജില്ലയാണ് തിരുവനന്തപുരം. 1,98,186 പേരാണ് അപേക്ഷിച്ചത്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ 1,98,186 പേരാണ് അപേക്ഷിച്ചത്. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് എന്ന് നമുക്ക് ചിലപ്പോൾ ആ ഒരു റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അത്രയും ആളുകൾ അപേക്ഷിച്ച ജില്ലയാണ് ഇത് തിരുവനന്തപുരം. ഇനി ഏറ്റവും കുറവ് ആളുകൾ അപേക്ഷിച്ച ജില്ലയാണ് വയനാട്, 51,475. ഓക്കെ, അപ്പോൾ 51,475 പേരാണ് നമ്മുടെ വയനാട് ജില്ലയിൽ അപേക്ഷിച്ചത്. അവിടെയാണ് 2018 ഏറ്റവും കുറവ് ആളുകൾ അപേക്ഷിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അപേക്ഷിച്ച ജില്ലയെ നമ്മൾ പഠിച്ചു തിരുവനന്തപുരം, കുറവ് നമ്മൾ പഠിച്ചു വയനാട്. പല അപേക്ഷകളുടെ തോതാണ് നമ്മൾ പറയുന്നത്. അത്രയും കോമ്പറ്റീഷൻ. ഈ വട്ടം ചിലപ്പോൾ ഇതിന്റെ കൂടും. നമുക്കിനി ഇതെല്ലാം അപേക്ഷ കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. ഓക്കെ, ഇനി നമ്മുടെ 2022 വന്ന റാങ്ക് ലിസ്റ്റിലെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റാണ് തിരുവനന്തപുരം. 1,441 പേരുടെ ലിസ്റ്റാണ് തിരുവനന്തപുരത്ത് തയ്യാറായത്. ഓക്കെ, ഏറ്റവും കുറവ് ആളുകൾ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റ് വയനാട് 372. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ട ജില്ലയും ഏറ്റവും കുറവ് ആളുകൾ ഉൾപ്പെട്ട ജില്ലയും നമുക്ക് മനസ്സിലാക്കി കഴിയും. ഇനി 2022 റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് കണ്ണൂര്, തൃശ്ശൂര് 55.33. 2 ജില്ലകളിലും 55.33 ആയിരുന്നു കട്ട് ഓഫ്. കുറവ് കട്ട് ഓഫ് ആലപ്പുഴ 48.67. അപ്പൊ ഏറ്റവും കുറവ് കട്ട് ഓഫ് ആലപ്പുഴയിലായിരുന്നു, 48.67. ഇനി ഏറ്റവും കൂടുതൽ നിയമനം നടന്ന ജില്ല തിരുവനന്തപുരം 585.
ഓക്കെ, അതായത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1 വർഷവും 3 മാസവും പിന്നിട്ടു. ഈ 1 വർഷവും 3 മാസവും കൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിന്റെ പകുതിക്കടുത്ത് നിയമനങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പൊ ഇനിയും 2 വർഷം കൂടി റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും നിയമനം ലഭിക്കേണ്ടതാണ്. ഈ വേഗതയിലാണ് നിയമനം നടക്കുന്നതെങ്കിൽ. ഓക്കെ, അത് എല്ലാ ജില്ലകൾക്കും ബാധകമാണ്. അത് ഒരു ശുഭസൂചനയാണ്. കാരണം നമ്മൾ എഴുതാൻ പോകുന്ന 2024 LDCക്കും ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടുമെന്നുള്ള ഒരു സൂചന നമുക്ക് അവിടെ ലഭിക്കുകയാണ്. ഓക്കെ, അത് ഓർത്തു വെച്ചിരിക്കുക. ഇനി ഏറ്റവും കൂടുതൽ നിയമനം നടന്ന ജില്ല തിരുവനന്തപുരം എന്ന് പറഞ്ഞു, 585. ഏറ്റവും കുറവ് നിയമനം നടന്ന ജില്ലയാണ് കാസർഗോഡ്, 181. ഓക്കെ, കാസർഗോഡ് 1 വർഷവും 3 മാസവും പിന്നിട്ടപ്പോൾ 181 നിയമനമാണ് നടന്നത്. ഇതാണ് നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡേറ്റ. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, നമ്മൾ ഇതിന് മുമ്പ് LDC 2024 ഏത് ജില്ല വെക്കണമെന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. 2 വർഷത്തെ റാങ്ക് ലിസ്റ്റുകളുടെ കട്ട് ഓഫ്, നിയമനങ്ങൾ എല്ലാം കമ്പയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് അറിയാൻ കഴിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ LDC 2024 ബന്ധപ്പെട്ട 3 വീഡിയോസ് ചെയ്തു കഴിഞ്ഞു. അത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് LDC പരീക്ഷയുടെ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിയമനങ്ങളുടെ രീതി, കട്ട് ഓഫിന്റെ രീതി എല്ലാം മനസ്സിലാക്കാനും കമ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് വെച്ചിട്ടുള്ള വീഡിയോസ് 3 എണ്ണം ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു വീഡിയോ, ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LDCയുടെ എവിടെ വെക്കണമെന്നുള്ളതിനൊരു ഏകദേശ ധാരണ ലഭിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 ജില്ലകൾ തമ്മിലുള്ള കട്ട് ഓഫിന്റെ കമ്പാരിസൺ, ഓരോ 14 ജില്ലകളുടെയും കട്ട് ഓഫിന്റെ കമ്പാരിസൺ, നിയമനങ്ങളുടെ കമ്പാരിസൺ, റാങ്ക് ലിസ്റ്റിന്റെ കമ്പാരിസൺ, രണ്ട് റാങ്ക് ലിസ്റ്റുകൾ 2018 2022 റാങ്ക് ലിസ്റ്റുകളുടെ കമ്പാരിസൺ എല്ലാം അവൈലബിൾ ആണ്. അത് ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടും ഏത് ജില്ലയിൽ വെക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഡേറ്റാസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിക്കും. അപ്പോൾ ഈ ഡേറ്റാസ് എല്ലാം വെറും ഡേറ്റാസ് ആയി മാറും എപ്പോഴാണ്? ഒരു ഉദ്യോഗാർത്ഥി ഇനിയുള്ള 6 മാസം ഫലപ്രദമായി പഠിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഈ പറഞ്ഞതെല്ലാം വെറും ഡേറ്റാസ് മാത്രം പേപ്പറിൽ ഒതുങ്ങും. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ പേപ്പറും ക്രാക്ക് ചെയ്യാൻ ഒരു വിദ്യാർത്ഥി തയ്യാറാകുമ്പോഴേക്കും ഈ പറഞ്ഞതെല്ലാം വെറും പേപ്പറിനകത്ത് ഒതുങ്ങും. ഓക്കെ, അപ്പൊ അതിന് മികച്ച രീതിയിലുള്ള പഠനം ആവശ്യമാണ്. ഇനിയുള്ള 6 മാസം വളരെ നിർണായകമാണ്. ഇനിയുള്ള 6 മാസം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാന കാരണം. ഓക്കെ, ഇനിയുള്ള 6 മാസം നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ ഉയർന്ന റാങ്ക് വാങ്ങി ജോലിക്ക് പ്രവേശിക്കാം. പിന്നെ ഏത് ജില്ല വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ ഡേറ്റാസ് കമ്പയർ ചെയ്ത് നിങ്ങളുടെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കി ഇനി ആ റേഞ്ചിനെ ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയും നിങ്ങളുടെ കൈവെള്ളയിലാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മിഷൻ LDC 2024 എന്ന് പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ്. ഏറ്റവും മികച്ച കോഴ്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, മെന്റർഷിപ്പ്, പിന്നെ ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ സിലബസ് മുഴുവൻ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. അതിനെ ഫലപ്രദമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ്സുകൾ, മോഡൽ എക്സാംസ്. അപ്പോൾ നമ്മൾ പരമാവധി മോഡൽ എക്സാംസ് ചെയ്ത് പഠിക്കും തോറും നമുക്ക് പരീക്ഷ ഹാളിൽ പോയിരുന്ന് പരീക്ഷ എഴുതുന്നതിന് വേഗത കൂടും. പല ഉദ്യോഗാർത്ഥികളും നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കും, പക്ഷേ പരീക്ഷ ഹാളിൽ പോയിട്ട് അവസാനത്തെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും ടെൻഷൻ കയറുകയും എല്ലാം അവസാനം കുളമാക്കി വെക്കുകയും ചെയ്യും. അത് മാറണമെങ്കിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് പരമാവധി പരീക്ഷകൾ സമയത്തിനുള്ളിൽ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധ്യമാകും. അപ്പോൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസിന് നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ ഡയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ലഭിക്കും. 85
90, 20, 23, 23. അപ്പോൾ ഇനിയുള്ള 6 മാസം ഫലപ്രദമായി ഉപയോഗിക്കുക. ഏറ്റവും മികച്ച ഒരു റാങ്ക് സ്വന്തമാക്കുക. എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും ഉയർന്ന റാങ്കോടുകൂടി തന്നെ പാസ്സാവുക. ഓൾ ദി ബെസ്റ്റ്. മാത്രമല്ല, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഓരോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും, ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.